മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ ആശ്രമത്തിലെ മഹാശിവരാത്രി ആഘോഷം തടയാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടി. മലിനീകരണ പ്രശ്നം ഉയർത്തിയാണ് ചില സംഘടനകൾ മഹാശിവരാത്രി ആഘോഷത്തിനെതിരെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആശ്രമത്തിൽ മാലിന്യ സംസ്കരണത്തിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ടെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതോടെ മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകുകയായിരുന്നു. നിർണായകമായ ഒരു തീരുമാനമാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം എടുത്തു പറയാനുള്ളത്, ശിവരാത്രി ആഘോഷം തടയാനുള്ള നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറുകയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഇപ്പോൾ ഉണ്ടാകുന്നത്, ഉത്തരവ് ഉണ്ടാകുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. നിലവിൽ ആശ്രമത്തിൽ മാലിന്യ സംസ്കരണത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. എന്തിനായാലും ശിവരാത്രി ആഘോഷങ്ങൾക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ആഘോഷങ്ങൾക്കെതിരായ നീക്കങ്ങൾക്ക് ഇതൊരു കനത്ത തിരിച്ചടിയായി മാറുകയാണ്. എന്തിനായാലും ഇഷ ഫൗണ്ടേഷൻ ആശ്രമത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങൾ തുടരും എന്നുള്ളൊരു നിർണായകമായൊരു തീരുമാനത്തിലേക്കാണ് കടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഇഷ ഫൗണ്ടേഷനിൽ നടക്കുന്ന ശിവരാത്രി ആഘോഷത്തെ തടസ്സപ്പെടുത്തുവാനുള്ളൊരു നീക്കമാണ് ഇവിടെ പൂർണ്ണമായി തന്നെ പരാജയപ്പെട്ടിരിക്കുന്നത്. സദ്ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നമുക്കറിയാം നടക്കുന്ന ശിവരാത്രി ആഘോഷം ഭാരതത്തിൽ നിന്നും മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഓരോ ശിവരാത്രി നാളും സദ്ഗുരുവിനൊപ്പം ചെലവഴിക്കാനും അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ഭാഗമാകാനും ഒരുപാട് ആളുകൾ ഇഷ ഫൗണ്ടേഷനിലേക്ക്, കോയമ്പത്തൂരിലെ ആശ്രമത്തിലേക്ക് എത്താറുണ്ട്. ഈ ആഘോഷ പരിപാടി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ചെന്നൈ ഹൈക്കോടതിയിൽ, മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഹർജിയാണ് ഇപ്പോൾ കോടതി പൂർണ്ണമായി തന്നെ തള്ളിയിരിക്കുന്നത്. ഈ ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ച രണ്ട് കാരണങ്ങളാണ്. അതായത് ഒന്ന്, മലിനീകരണം തടയുന്നതിന് വേണ്ടി കാര്യമായി ഒന്നും ഈ ആശ്രമം ചെയ്തിട്ടില്ല. അതായത് ശിവരാത്രി നാളുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തുകയും അത് വലിയ തോതിലുള്ള മലിനീകരണ പ്രശ്നങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. മാലിന്യം തള്ളുന്നതിനോ അല്ലെങ്കിൽ മാലിന്യം പൂർണ്ണമായി സംസ്കരിക്കുന്നതിനോ ആശ്രമത്തിൽ നടപടികളില്ല, അല്ലെങ്കിൽ അതിനു വേണ്ട സജ്ജീകരണങ്ങളില്ല. അതുപോലെ തന്നെ ശബ്ദ മലിനീകരണം, ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 2 ദിവസത്തെ ആഘോഷം കോയമ്പത്തൂർ നഗരത്തിനെ ശബ്ദ മലിനീകരണത്തിലേക്ക് തള്ളിവിടുന്നു തുടങ്ങിയ വാദഗതികൾ മുന്നോട്ട് വെച്ച് ഈ ശിവരാത്രി ആഘോഷം കോടതിയെ ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുക എന്നൊരു നീക്കമായിരുന്നു ഈ ഹർജിക്കാരൻ്റേത്. എന്നാൽ കോടതി കൈക്കൊണ്ട തീരുമാനം വളരെ ശ്രദ്ധേയമായി. ആദ്യം തന്നെ തമിഴ്നാട് മലിനീകരണ ബോർഡിനോട് ഇതേ സംബന്ധിച്ചൊരു റിപ്പോർട്ടാണ് കോടതി തേടിയത്. അങ്ങനെ മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് മലിനീകരണ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു സമഗ്ര റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിനകത്ത് ഒരു രീതിയിലുമുള്ള മാലിന്യ പ്രശ്നം ഈ കോയമ്പത്തൂരിലെ സദ്ഗുരുവിൻ്റെ ആശ്രമം സൃഷ്ടിക്കുന്നില്ല, വളരെ ശാന്തമായി നടക്കുന്ന ശിവരാത്രി ആഘോഷമാണ് അവിടുത്തേത് എന്ന തലത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഗവൺമെൻറ് തലത്തിൽ തന്നെ ലഭിച്ചത്. ഇതോടുകൂടി ഈ ഹർജി പൂർണ്ണമായി തന്നെ കോടതി തള്ളുകയായിരുന്നു. അതിനാൽ ഇത്തവണയും വളരെ പ്രൗഢഗംഭീരമായി, വളരെ ആത്മീയമായ അന്തരീക്ഷത്തിൽ ഈ ശിവരാത്രി ആഘോഷം ഇഷ ഫൗണ്ടേഷനിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ഹർജി പൂർണ്ണമായി മദ്രാസ് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. വിഷ്ണു, ശരി, ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.